വെൽക്കം ടു NRI വേൾഡ്. US പിന്നാലെ UK-യും ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് ഒരുങ്ങുകയാണ് UK സർക്കാർ. അമേരിക്കയ്ക്ക് പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK-യും ഒരുങ്ങുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം ആളുകൾ കുടിയേറിയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ബ്രിട്ടൻ. ഇതിൽ അനധികൃത കുടിയേറ്റക്കാരും ധാരാളമുണ്ട്. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ UK-യിലെത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം നിരവധിയാണ്. ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതുൾപ്പെടെ നിയന്ത്രണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ, നെയിൽ ബാറുകൾ, കടകൾ, കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി അവേറ്റ് കൂപ്പറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ മുൻവർഷങ്ങളെക്കാൾ അധികം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തെത്തി ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർ വലിയ വെല്ലുവിളിയാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്നത്. കുടിയേറ്റ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ രാജ്യത്തെത്തുന്ന ഓരോ പൗരനും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പറയുന്നു. സമ്പന്നരായ കുടിയേറ്റക്കാരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ന്യൂസിലാൻഡ് ഗോൾഡൻ വിസ പദ്ധതി ലളിതമാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ അറിവ് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഒഴിവാക്കുന്നത് കുടിയേറ്റക്കാർക്ക് ഉപകാരപ്രദമാകും. സമ്പന്നരായ കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിനും സാമ്പത്തിക വീണ്ടെടുക്കലിന് സഹായിക്കുന്നതിനുമായി ഇംഗ്ലീഷ് ഭാഷ ആവശ്യകത നീക്കം ചെയ്യുന്നതുൾപ്പെടെ ന്യൂസിലാൻഡ് ഗോൾഡൻ വിസ പ്രോഗ്രാം ലളിതമാക്കുന്നു. ഏപ്രിൽ 1 മുതൽ ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസ 2 വിഭാഗങ്ങളായി ചുരുക്കും. ഭാഷാ പരീക്ഷ ഉപേക്ഷിക്കുന്നതിനൊപ്പം നിക്ഷേപകർ രാജ്യത്ത് തുടരേണ്ട സമയം പോലുള്ള നിക്ഷേപത്തിനുള്ള മറ്റ് തടസ്സങ്ങളും ക്രമീകരിക്കും. 2024 രൂക്ഷമായ മാന്ദ്യത്തിന് ശേഷം സാമ്പത്തിക പ്രകടനം ഉയർത്തുന്നതിന് പലിശ നിരക്ക് കുറയുന്നത് മുതലാക്കാൻ ന്യൂസിലാൻഡ് സർക്കാർ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മൂലധനം ആവശ്യമാണ്. അതിനായാണ് വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ പുനർനിർമ്മിക്കുന്നത്. സന്ദർശകരെ വിദൂരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. ഇത് ഉയർന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ ന്യൂസിലാൻഡിലേക്ക് ആകർഷിക്കും. മറ്റു പല രാജ്യങ്ങളും തങ്ങളുടെ വിസ അവസാനിപ്പിക്കുന്ന സമയത്താണ് ന്യൂസിലാൻഡ് നിക്ഷേപക വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നത്. UK, അയർലൻഡ്, നെതർലാൻഡ്സ്, ഗ്രീസ്, മാൾട്ട എന്നിവ അവരുടെ ഗോൾഡൻ വിസ അല്ലെങ്കിൽ തത്തുല്യ നയങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ അവസാനിപ്പിക്കുകയോ കർശനമാക്കുകയോ ചെയ്യുകയാണ്. അതേസമയം സ്പെയിൻ ഗോൾഡൻ വിസ പ്രോഗ്രാം ഏപ്രിൽ 3 അവസാനിപ്പിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. അക്കാദമിക തലത്തിലെ മികവും സാംസ്കാരിക വൈവിധ്യവുമാണ് മുഖ്യ ആകർഷണം. ആഗോള വിദ്യാർത്ഥി കുടിയേറ്റം 2015-നും 2023-നും ഇടയിൽ 25% വർധന രേഖപ്പെടുത്തി. 2015-ൽ 4.8 ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയപ്പോൾ 2023-ൽ ഇത് 6 ദശലക്ഷമായി ഉയർന്നു. മികച്ച തൊഴിൽ വിപണികൾ, വിദ്യാഭ്യാസ മേഖലയുടെ അന്താരാഷ്ട്രവൽക്കരണം, സ്കോളർഷിപ്പുകളുടെയും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുടെയും വ്യാപനം എന്നിവയെല്ലാം കുട്ടികളെ വിദേശത്തേക്ക് ആകർഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ വേഗത്തിൽ ജോലി ലഭിക്കുന്നതും ഈ പ്രവണതയെ പിന്തുണയ്ക്കുകയാണ്. 2015-നും 2023-നും ഇടയിലുള്ള ആഗോള കുടിയേറ്റത്തിൽ യൂറോപ്യൻ വിദ്യാർത്ഥി കുടിയേറ്റം 58.33% ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. യൂറോപ്പിനെ ഒരു പഠന കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ശക്തമായ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന അതിർത്തിയായി യൂറോപ്പ് മാറും. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ, ഓസ്ട്രിയ, മാൾട്ട എന്നിവയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചാരം നേടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. എഞ്ചിനീയറിംഗ്, നാച്ചുറൽ സയൻസസ്, ടെക്നോളജി തുടങ്ങിയ ഗവേഷണാധിഷ്ഠിത മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പഠന വിദേശ ലക്ഷ്യസ്ഥാനമായി ജർമ്മനി മാറിയിട്ടുമുണ്ട്. 2030 ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 297.8% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുർക്കിയിലേക്ക് ഇന്ത്യക്കാരുടെ ഒഴുക്ക്. ടൂറിസം വരുമാനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയതായി തുർക്കി ടൂറിസം ബോർഡ്. കഴിഞ്ഞ വർഷം 62.2 മില്യൺ സന്ദർശകരാണ് തുർക്കിയിലെത്തിയത്. ഇതോടെ ടൂറിസം വരുമാനം $61.1 ബില്യൺ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 8.3% വർധനയാണ്.
പ്രീമിയം ട്രാവൽ സെഗ്മെന്റിൽ രാജ്യത്തിന്റെ സ്ഥാനം പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്. ശരാശരി $972 സന്ദർശകർ രാജ്യത്ത് ചെലവഴിച്ചത്. ഇത് തുർക്കി സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. 2023 അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 20.7% വർധനവോടെ ഇന്ത്യൻ വിപണി പ്രത്യേകിച്ചും ശക്തമായ വളർച്ചാ ചാലകമായി മാറിയെന്ന് ടൂറിസം ബോർഡ് പറഞ്ഞു. പ്രധാന ഇന്ത്യൻ നഗരങ്ങളും തുർക്കി ലക്ഷ്യസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യോമഗതാഗതം വർദ്ധിച്ചതാണ് ഇന്ത്യക്കാരുടെ തുർക്കിയിലേക്കുള്ള വരവ് കൂടാൻ കാരണം. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ പ്രീതി വർദ്ധിച്ചതോടെ തുർക്കി തിരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വിവാഹ ആസൂത്രകരുടെ എണ്ണവും കൂടി. ഇന്ത്യൻ വിപണിയിലെ തന്ത്രപരമായ വിപണന സംരംഭങ്ങളും തുർക്കിയെ ഇന്ത്യൻ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ടൂറിസം ബോർഡ് പറയുന്നു. റഷ്യ, ജർമ്മനി, UK എന്നിവിടങ്ങളിൽ നിന്നും ധാരാളം പേർ തുർക്കി സന്ദർശിക്കാനെത്തുന്നുണ്ട്. 2023 ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 5 സ്ഥലങ്ങളിൽ തുർക്കിയും ഇടം പിടിച്ചെന്ന് UN ടൂറിസം ബോർഡ് പറയുന്നു. 2024 രാജ്യം നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തി. വരും വർഷങ്ങളിലും തുർക്കി മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുമെന്നാണ് പ്രതീക്ഷ. ഒമാനിൽ പൗരത്വം നേടുന്നതിനുള്ള നടപടികൾ പരിഷ്കരിച്ചു. വിദേശികൾക്കും പൗരത്വം ലഭിക്കും. നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒമാനി പൗരത്വം നിയമവും രാജ്യത്തിന്റെ അടിസ്ഥാന നിയമവും പുനഃപരിശോധിച്ച ശേഷമാണ് ഒമാൻ പൗരത്വ നടപടികൾ സ്വീകരിച്ചത്. പൗരത്വ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ വിലയിരുത്തിയ ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. പൗരത്വ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഗണിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടാകില്ല. പിതാവ് പൗരത്വം ഉപേക്ഷിച്ചാൽ പ്രായപൂർത്തിയാകാത്ത മക്കൾക്ക് ഒമാനി പൗരത്വം നഷ്ടപ്പെടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശികൾക്കും ഒമാനി പൗരത്വം നൽകും. നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നു മാത്രം. ഒമാൻ പൗരത്വത്തിനൊപ്പം മറ്റൊരു രാജ്യത്തിന്റെയും പൗരത്വം അനുവദിക്കില്ലെങ്കിലും ആഭ്യന്തര മന്ത്രാലയം ശുപാർശ ചെയ്താൽ ഇരട്ട പൗരത്വം അനുവദിക്കും. ഒഴുക്കോടെ അറബി വായിക്കാനും എഴുതാനും അറിയണമെന്ന നിബന്ധനയുണ്ട്. 15 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ സുൽത്താനേറ്റിൽ നിയമവിധേയമായും തുടർച്ചയായും താമസിക്കണം. വിശ്വാസവും പൗരത്വവും ഇല്ലാതാക്കുന്ന കുറ്റത്തിന് മുൻപ് ശിക്ഷിക്കപ്പെട്ടവർക്ക് പൗരത്വം നിഷേധിക്കും. അതിനാൽ തന്നെ വിദേശികൾ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പൗരത്വ അപേക്ഷ നിരസിക്കും. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ കച്ചവടത്തിൽ ഏർപ്പെടുന്നവരെ കുടുക്കാൻ നിയമ പരിഷ്കരണം. ഇത് സംബന്ധിച്ച കരട് രേഖ വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കി. പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവർക്ക് UAEയിലെത്താൻ ഇനി ബ്ലൂ വിസ. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. 20 പേർക്ക് ഈ ഘട്ടത്തിൽ ബ്ലൂ വിസ ലഭിക്കും. ഒമാനിൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ വിസ മെഡിക്കൽ സേവനങ്ങൾ പകൽ സമയത്ത് മാത്രമായി പരിമിതപ്പെടുത്തി. പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ആഗോള നേട്ടം കൈവരിച്ച സൗദി. ഗ്ലോബൽ AI ഇന്റലിജൻസ് സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം AI സുരക്ഷയിൽ ആഗോളതലത്തിൽ 11ാം സ്ഥാനത്തും അറബ് മേഖലയിൽ 1ാം സ്ഥാനത്തുമെത്തി. ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ പിന്തുണയ്ക്കുന്നതിന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഒരു പ്രത്യേക പാസ്പോർട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. ഉച്ചകോടിയുടെ പ്രാധാന്യവും ലക്ഷ്യവും പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് ഉദ്ദേശ്യം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. ചോക്ലേറ്റ് കോൺ പോലുള്ള കുന്നുകൾ, 1ഉം 2ഉമല്ല 2000-ഓളം. ഫിലിപ്പീൻസിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണിത്. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്.
പല നാടുകൾ, പല രുചികൾ. ലോകത്തിൽ വെച്ച ഏറ്റവും വിഷമുള്ള മീൻ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 30 പേരെ വരെ കൊല്ലാൻ കെൽപ്പുള്ളത്. പക്ഷേ ജപ്പാൻകാർക്ക് ഇത് ഇഷ്ടവിഭവമാണ്.